ഞാൻ മുഹമ്മദ് ഹയാസ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആഫ്രിക്കൻ ലോ ബേഡ്സുമായി ബന്ധപ്പെട്ട ഒരു ഏവിയറിയാണ്. ഇപ്പോൾ നമ്മൾ ഓരോ ബേഡ്സിനായിട്ട് പരിചയപ്പെടാം. ഇത് റോസി പോർക്ക് എന്ന ഇനമാണ്. അതെ, റോസി പോർക്ക്. ഇത് നമുക്ക് വന്നിട്ട് യെല്ലോ ഫിഷർ എന്ന ഒരു ബേഡാണ്. അതായത് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ തന്നെ ഫിഷർ വിഭാഗത്തിൽപ്പെട്ട യെല്ലോ ഫിഷർ എന്ന് പറഞ്ഞ ഒരു മ്യൂട്ടേഷനാണ്. ഇത് നമ്മുടെ ലൂട്ടിനോ ഫിഷറാണ്. ഒരെണ്ണം ലൂട്ടിനോ ഫിഷർ യെല്ലോ, ഒരെണ്ണം ആൽബിനോ, വൈറ്റ് ആൽബിനോ ആണ്. അതെ. അതേപോലെ ഇത് നമ്മുടെ യെല്ലോ ഫിഷറാണ്. യെല്ലോ ഫിഷറിൽ ഒരെണ്ണം നമുക്ക് വന്നിട്ട് അത് ഗ്രീൻ ഫിഷർ കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് മാസ്ക് വെറൈറ്റിയാണ്. മാസ്ക് അതിൽ കുഞ്ഞുങ്ങളിരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചിക്സ് ഉണ്ട് അതിൽ. കണ്ടോ, ഇതിൽ നമുക്ക് ഇപ്പം എത്ര ഉണ്ടെന്ന് നോക്കുന്നത് 5 കുഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 5 കുഴപ്പമില്ലാതെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബേഡുണ്ട്. അത് മോവ് മാസ്ക് എന്ന് പറയും. മോവ് മാസ്ക്. അതിൽ ചിക്സ് ഉണ്ടായിരുന്നു. അതങ്ങോട്ട് സക്സസ് ആയില്ല. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇതിപ്പോൾ അടുത്ത അവർ എഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അടയിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഫീമെയിലാണ് ഇറങ്ങിയത്. മെയിലാണ് ആ മാസ്ക് ബ്ലാക്ക്. ഇത് വന്നിട്ട് ഒരെണ്ണം യെല്ലോ ഫിഷറും ഒരെണ്ണം അതിൻ്റെ പേര് കറക്റ്റാണ് എനിക്ക് അറിയത്തില്ല. ഫിഷർ വിഭാഗത്തിൽ തന്നെയുള്ളൊരു പേരാണ്. ബ്ലൂ സീരീസാണെന്ന് തോന്നുന്നു. ഇത് ഒരെണ്ണം ഗ്രീൻ ഫിഷർ, ഒരെണ്ണം യെല്ലോ ഫിഷർ. ഇതിൽ നമുക്ക് ചിക്സ് ഉണ്ട് കേട്ടോ. ചിക്സ് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ മൂന്ന് ചിക്സ് ഉണ്ട്. കണ്ടോ? അത് റിങ് ഇട്ടിട്ടുണ്ട് കാലിൽ. 3 ചിക്സ് ഉണ്ട്. ഇത് വന്നിട്ട് നമുക്ക് യെല്ലോ ഫിഷറാണ്. അതിൽ 2 കുഞ്ഞുങ്ങളാണ്. 2 കുഞ്ഞ് അതിനകത്തുണ്ട്. 2 കുഞ്ഞ് ഇറങ്ങി. നെക്സ്റ്റ് ഒരെണ്ണം വേണ്ട നമുക്ക് ഈ ബോക്സിലുണ്ട്. 3 കുഞ്ഞുണ്ട്. ഇത് ഞാൻ മുകളിലൊരു ഇതിനെ കാണിച്ചില്ലേ, അതിൻ്റെ ഒരു കളർ. അപ്പം ഇതും ഫിഷർ വിഭാഗമാണ്. അത് ഇവർ രണ്ടുപേരും പേരിൽ തന്നെയാണ് കുഞ്ഞ് കിട്ടിയത്. ആ കുഞ്ഞിനെ കളർ. ഇത് എല്ലാവരും ഇറങ്ങി. ഇതിന് ഞാൻ നെക്സ്റ്റ് ബോക്സ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൽ 3 കുഞ്ഞുണ്ട്. 3 കുഞ്ഞിനെ നമുക്ക് കിട്ടിയതാണ്. മറ്റേ ആ 3 കുഞ്ഞിനെ റിങ് ഇട്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് മാസ്ക്, ബ്ലൂ മാസ്കിൽ അത് 2 ഫീമെയിലും ചിക്സ് ഉണ്ട്. 2 ഫീമെയിലും 1 മെയിലുമാണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ ബോക്സിൽ ചിക്സ് ഉണ്ട്. ഞാനത് അകത്തായതുകൊണ്ട് തുറക്കണമെങ്കിൽ 3 ചിക്സിനകത്തുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കണ്ട. ഇത് വന്നിട്ട് ലൂട്ടിനോ ഫിഷർ ബുള്ള്. ഇരിക്കുന്ന പെർച്ചിലിരിക്കുന്ന കിളി ലൂട്ടിനോ ഫിഷർ ബുള്ള് എന്നാണ്. മറ്റേ ലൂട്ടിനോ ഫിഷർ ബുള്ള് നമ്മൾ ശകല വലിപ്പം വ്യത്യാസം ഉണ്ടോ? നമുക്ക് ക്യാമറയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം. അതിൽ ആ വീഡിയോയിൽ ആ ഫ്രണ്ട് ചെയ്യാൻ നല്ല വലിപ്പമുണ്ട്. ഇത് യെല്ലോ ഫിഷർ. അവർ 5 മാസമായ ചിക്സാണ്. ഇതുകൊണ്ട് എഗ്ഗ് ചെയ്യാനുള്ള ഒരു പരിപാടിയിൽ ഇങ്ങനെ എഗ്ഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയുണ്ടോ. ഇതിലൊന്ന് ലൂട്ടിനോ ഫിഷറും ഒന്ന് ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റാണ്. സ്പ്ലിറ്റ് എന്ന് പറയുമ്പോഴത്തേനും ലൂട്ടിനോ ഫിഷറും നമ്മുടെ ഗ്രീൻ ഫിഷറായിട്ട് ഇതായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഫുള്ള് ലൂട്ടിനോ ഫിഷർ വരത്തില്ല. സ്പ്ലിറ്റായിട്ട് ഇറങ്ങിയ ഒരെണ്ണം കാരണം ഫുള്ള് ലൂട്ടിനോ ഫിഷറാണ്. ഇത് ഫിഞ്ചസ് അറിയാമല്ലോ. ഫിഞ്ചസ് ആണ്. ഇത് വൈറ്റ് ഫിഞ്ചസ്. അതിൽ 3 കലത്തിൽ എഗ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഓപ്ലൈൻ വിഭാഗം. അതായത് പീച്ച് പൈഡ് എന്ന് പറയും. പൈഡ് എന്ന് വെച്ചാൽ ആ മിക്സിംഗ് കളറാണ്. അതാണ് പൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് പാർ ബ്ലൂ എന്നതിനാണ്. അതായത് ഫിഷറിൻ്റെ വിഭാഗമാണ്. പാർ ബ്ലൂ എന്ന് പറയും. അവരൊക്കെ കുഞ്ഞുങ്ങളാണ്. ഇതിൽ ഗ്രീൻ ഫിഷറാണ്. ഇതിൽ പീച്ച് എന്ന സാധനമാണ്. ഇവരും എഗ്ഗ് ചെയ്യാനായിട്ടുള്ള
ആ എഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി ഇരിക്കും അതിനകത്ത്. ഏത് കാണുമായിരിക്കും, ഞാൻ തുറന്ന് നോക്കിയില്ല. ഇത് പീച്ച് പീച്ച് ആണോ? പീച്ച് അങ്ങനെയാണോ? ഇത് ആൽബിനോ അല്ല, ഇത് നമ്മുടെ വയലറ്റ് സേബിൾ പൈഡ് എന്നാണ് അറിയുന്നത്. അതായത് അതിൻ്റെ ഫോട്ടോ കറക്റ്റ് എടുത്തെന്ന് പറയാല്ല. വയലറ്റ് ആണ്, വൈറ്റ് കളറിൽ വയലറ്റ് ഷെയ്ഡ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ വയലറ്റ് സേബിൾ പൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് ഇത്രയും പേരാണ് ഉള്ളത്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലൈയിങ് കേജിലിട്ടിട്ട്, ഇത് ഫ്ലൈയിങ് കേജാണ്, ഇത് കുഞ്ഞുങ്ങളെ നമുക്ക് ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൂടാണ്. അപ്പോൾ ഇതിന് ഇനി കുഞ്ഞുങ്ങളെ അത് തളയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ഫ്ലൈയിങ് കേജിൽ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പരിപാടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് സെയിലായി തുടങ്ങിയില്ല, ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഒരു കുറച്ച് ആഫ്രിക്കൻ ലോബേർഡ്സുമായി ബന്ധപ്പെട്ട ഒരു ഏവിയറിയാണ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നല്ല കിളികളൊക്കെ ഉണ്ട്, നല്ല കളറൊക്കെയാണ്. അപ്പോൾ ബൈ.